വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്. വെടിക്കെട്ടിന് പ്രശസ്തിയാർജിച്ച ശ്രീ മായന്നൂർ കുറുമ്പ ഭഗവതി ക്ഷേത്ര തിരുവുത്സവ താലപ്പൊലി ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. UR പ്രദീപ് MLA അധ്യക്ഷതയിലാണ് യോഗം നടന്നത്. ഏപ്രിൽ 13 ഞായറാഴ്ച നടക്കുന്ന മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രം തിരുവുത്സവ താലപ്പൊലി ആഘോഷം ചിട്ടയായും ഭംഗിയായും ശുചിത്വപരമായും ആചാരപരമായും നടത്തുന്നതിന്റെ ഭാഗമായി ചേലക്കര MLA UR പ്രദീപ്, റവന്യൂ, പോലീസ്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ദേശകമ്മിറ്റി ഭാരവാഹികളുടെയും യോഗം ക്ഷേത്രം അഗ്രശാല ഹാളിൽ വെച്ച് ചേർന്നു. താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് 50ഓളം വോളണ്ടിയർമാരെ നിയോഗിക്കുന്നതിനും ക്ഷേത്ര പരിസരത്ത് കുടിവെള്ള സൗകര്യം ഏർപ്പെടുത്തുന്നതിനും ശുദ്ധജല സ്രോതസ്സുകൾ ക്ലോറിനേഷൻ ചെയ്യുന്നതിനും യോഗം തീരുമാനിച്ചു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രശാന്തി, അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് കുന്നംകുളം CR സന്തോഷ്, തലപ്പള്ളി തഹസിൽദാർ രാജേഷ് MR, മായന്നൂർ ദേശപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് CM ശശിധരൻ, കൊണ്ടാഴി ദേശ താലപ്പൊലി കമ്മിറ്റി പ്രസിഡന്റ് MP മുരളീധരൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് നാരായണൻ, കൊണ്ടാഴി കുടുംബ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ, കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രോഹിണി MS, കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ അബു M, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പഴയന്നൂർ AR സുരേഷ് കുമാർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് PV തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം നമുക്ക് ഓഫീസുകളിൽ വരുന്ന എന്തെങ്കിലും വേഗത്തിലാക്കാൻ ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത ദിവസം ഉണ്ടായ ചേലക്കര അന്തിമാൻകാവിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുമിച്ച് ദേശകമ്മിറ്റിക്കാർ ഒരുമിച്ച് പിടിച്ചപ്പോൾ അത് വേഗത്തിൽ നല്ലപോലെ ഭംഗിയായി നടത്താൻ കഴിയും. ഇവിടെയും അത് തന്നെയാണ്. നമുക്ക് ധാരാളം ആളുകൾ വരുന്നത് കൊണ്ട് വളരെ ഭംഗിയായി ഇവിടെ മായന്നൂർക്കാവിലെ ഈ നല്ലപോലെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കൂടി ആലോചിച്ച് ഒരു ഒറ്റ തീരുമാനമായി പോകണം. അപ്പോൾ അതിന് വരുന്ന ആളുകൾക്ക് തടസ്സമായി നിൽക്കുന്ന തെരുവോര കച്ചവടം ഉൾപ്പെടെ പലരും നമുക്കതൊന്ന് എങ്ങനെ വേണം, എങ്ങനെയാണ് ഇവിടെ നിലവിൽ ചെയ്യാറ് എന്നൊന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു തീരുമാനമാക്കി നമുക്ക് അവസാനിപ്പിക്കാം. VCV ന്യൂസ്, ചേലക്കര. You are watching VCV News.